ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളിന്ന് കാരാപ്പുഴക്ക് പോവാണ്. അപ്പം നമ്മളിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാരാപ്പുഴ പോവാണ്. നമ്മൾ ഇപ്പച്ചിയുണ്ട്, ഇമ്മച്ചിയുണ്ട്, ഇമ്മമ്മ ഉണ്ട്, ഞാൻ ഉണ്ട്, ഞങ്ങൾ അങ്ങനെ പോവാണ് ഗൈസ്. നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഒരു കണ്ടന്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ കണ്ടന്റും വേണ്ടിയിട്ടാണ് നമ്മൾ കാരാപ്പുഴ പോകുന്നത് ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ നെക്കി പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബൂം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോണ വണ്ടി ഇതാണ്, നമ്മളെ സ്വന്തം വണ്ടിയാണ്. നമ്മളിതിൽ പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ, നമ്മൾ വെച്ച് പിടിക്കണം ഗൈസ്. എത്രയും പെട്ടെന്ന് എത്തണം നമുക്ക്. ഇപ്പോൾ സമയം 2:40 നമ്മൾ 2:40 വിട്ടതാണ്. 3 മണിയാകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്താനുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. 3:15 ആകുമ്പോഴത്തേനും നമ്മളെല്ലാം വിട്ടുനോക്കണം ഗൈസ്. ഒരു സ്പോട്ട് എവിടെ വെച്ചാൽ കാരാപ്പുഴ, അമ്പലവയൽ കാരാപ്പുഴക്കാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിച്ചാൽ നമ്മൾ പുതിയപാടി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ വെച്ചാൽ കാത്താപ്പുറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഗൈസ്. നമ്മളിങ്ങനെ ചെറ്റ് വിട്ട് പോകില്ല. നമ്മളൊരു ഇപ്പോൾ വടുവഞ്ചാൽ എത്താനായിട്ടുണ്ട് ഗൈസ്. ഇത് വടുവഞ്ചാൽ വളവിൻ്റെ ഒക്കെ അടുത്താണ്. നമ്മൾ വേറൊരു വളവാണ്. നമ്മളിങ്ങനെ പോകണേ. ഇവിടെയൊക്കെ പ്രകൃതി നമുക്ക് നശിപ്പിച്ചിട്ടാണ് നമ്മളെ ഗൈസ്. എന്താ വെച്ചാൽ ഫുള്ള് മരങ്ങളിങ്ങനെ മുറിച്ചിട്ടിക്കണ ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ വട്ടത്തുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ എത്തിയിട്ട് ഗൈസ്. നമ്മളിങ്ങനെ ഓരോരോ ചെക്ക് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ അല്ല, നമ്മളങ്ങനെ പോകുമ്പോൾ വീഡിയോ ഗൈസ്. ഇവിടെ വെച്ചാൽ എത്താറായിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നമ്മളെ സ്വന്തം ഡ്രൈവറാണ്, നമ്മളെ ഉപ്പയാണ് വണ്ടി ഓടിക്കണേ. നമ്മളെ വണ്ടിയിൽ തന്നെ പോകണേ. നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നല്ല പോണേ. നമ്മളങ്ങനെ പോകണേ ഗൈസ്. നമ്മളിനി അങ്ങനെ പോയി കൊടുക്കുക ഗൈസ്. ഗൈസ്, നമ്മളെ കൂടുതൽ നമ്മൾ 2 കാക്കമാരില്ല. ഓര് വന്നിട്ട് നമ്മളൊരു വട്ടം കൂടി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നമുക്ക് ക്ലിയർ ഇല്ലെങ്കിലും അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഉണ്ട് ഗൈസ്. ആ കാണുന്നതാണ് നമ്മളെ എത്താറായിട്ട് ഗൈസ്. നമ്മൾ പമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇസാഫേൻ്റെ കട, നമ്മളെ ഫാമിലി ഹോസ്പിറ്റലാണ് ഇവിടെ കാണുന്നത് ഗൈസ്. നമ്മളെപ്പോഴും ഇവിടേക്കാണ് വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വരുന്ന ഹോസ്പിറ്റലാണ് നമ്മളെ ഫാമിലി ഹോസ്പിറ്റൽ. ഇവിടേക്കാണ് നമ്മൾ വരേണ്ടത് ഗൈസ്. അവിടെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മളെ വടുവഞ്ചാൽ ബോർഡ്. ഇതാണ് പമ്പ് ഗൈസ്. വടുവഞ്ചാൽ പമ്പാണ് ഗൈസ്. അവിടെ ഒരു ടൂറിസ്റ്റ് കിടക്കണുണ്ടോ, കൊച്ചിനി. അത് നമ്മളെ ഒരു അടുത്ത വണ്ടിയാണ്, നമുക്ക് ആവശ്യപ്പെടുന്ന വണ്ടിയാണ്. നമ്മളെപ്പോഴും ടൂറ് പോകുമ്പോഴല്ല, നമ്മളവിടെ പരിപാടിക്ക് എപ്പോഴും വരുന്ന വണ്ടിയാണ്. വടുവഞ്ചാൽ ടൗൺ എത്താറായിട്ടുണ്ട് ഗൈസ്. ടൗൺ എത്തിയിട്ടുണ്ട്. നമ്മളെ ബോർഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഗൈസ്. ഇവിടെ ഒരു ചേച്ചി നടന്നു പോകണോ അവിടെ. ഇതാണ് ഗൈസ് നമ്മുടെ വടുവഞ്ചാൽ ജംഗ്ഷൻ. അപ്പോൾ വടുവഞ്ചാൽ ജംഗ്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏകദേശം വടുവഞ്ചാൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ മെല്ലെയാണ് പോണേ. നമ്മൾ ഓവർ സ്പീഡിലല്ല പോണേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അമ്പലയിലൊക്കെ എത്താൻ നേരത്ത് കാണിച്ചാൽ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെ മനോഹരം ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തി വെച്ചാൽ ആണ്ടൂരൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അപ്പം നമ്മളിങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഇതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ അമ്പലയിൽ കുറച്ചാണ് പോയാൽ. ഇനി അങ്ങനെ പോയി കൊടുക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കാണാം. നല്ല മനോഹരമായ സ്ഥലങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനെ പോവാം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അതിനുമാണ് ഗൈസ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ പോയി. ഇവിടുത്തെ ഓരോ വൈബുകൾ എന്താ വെച്ചാൽ ഫുള്ള് പൂച്ചെടി അങ്ങനത്തെ പ്രശ്നമാണ്. ഇവിടെയാണ് നമ്മുടെ ഫാമിലിക്കാരുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് ഗൈസ്.
കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഷോപ്പിട്ട് ഗൈസ്. അപ്പോൾ ചേർന്ന് എന്നാണ്ട് എല്ലാവരും മാറ്റിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ്. അല്ലാതെ ഞങ്ങൾ എല്ലാ പ്രാവശ്യമൊന്നും വരലില്ല. ഞങ്ങളെ കാക്കന്മാരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരലുണ്ട് എന്നല്ലാണ്ട് ഞങ്ങൾ കാരാപ്പിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണേ. എൻ്റെ കാക്കന്മാരൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ കുറേ മുമ്പ് പോയിരുന്നു. ഉപ്പച്ചി ഇടക്കിടക്ക് പോക്കുണ്ട് ഓട്ടോ ഒക്കെ ആയിട്ട്. അങ്ങനെ അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു പിക്നിക്കിന് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കാരാപ്പിയ റോട്ടിലാണ് പോകുന്നോണ്ടിരിക്കണേ. നമുക്ക് അമ്പലവയൽ ടൗണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കാരാപ്പിയ റോട്ടിലാണ്. ഭയങ്കര കട്ടാണ് ഗൈസ് ഇവിടെ. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ ഫുള്ള് മഴക്കാറാണ് ഗൈസ്. ബോറായി പോയെന്നൊരു ഡൗട്ട്. വന്ന ലമ്പ് ഇതുപോലെ ആയി ഗൈസ്. എല്ലാവരും ഇപ്പോൾ മഴ പേടിച്ച് കോട്ടൊക്കെ എടുക്കില്ല പോക്കിലാണ് ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ കാരാപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ അതിൽ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നു പോയതാണ് ഗൈസ്. ഒരു ഏകദേശം ഈ കാറൊന്ന് മാറി കാണുകയാണെങ്കിൽ നമുക്ക് കാണാം. ഒരു ആ ഒരു ഭാഗത്തായിട്ടാണ് ഗൈസ് കാറ് ഗൈസ്. അവിടെയാണ് ഗൈസ് ഡാം ഡ്രൈവ്. ആ ഒരു ഭാഗത്താണ് ഗൈസ് പാലം. ഈ ഒരു വണ്ടിയാണ് നമുക്ക് വഴി ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. ആ വണ്ടിയിൽ എങ്ങനെയെങ്കിലും എടുക്കണം. ആ വണ്ടി നല്ല ഗൈസ് നമ്മൾ ഡാം കാണുന്നതാണ് ഗൈസ്. അവിടെയാണ് ഗൈസ് ഈ ഒരു വണ്ടിയാണ് ഗൈസ്. നമ്മളിവിടെ ഇവിടെ വഴി തരാത്തത് കൊണ്ടാണ് ബ്ലോക്കാണ് ഗൈസ്. ഗൈസ് അവിടെയാണ് ഗൈസ് ഡാം കിടക്കുന്നത് ഗൈസ്. അവിടെയാണ് ഗൈസ്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ പാർക്കിംഗാണ് നമ്മളിവിടെ. അവിടെയാണ് ഗൈസ് ഡാം കിടക്കണേ. ആ ഒരു സ്പോട്ടിലാണ് ഡാം കിടക്കണേ. ഇവിടെ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ പാർക്കിങ് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഇവിടെ മേലെയാണ് ഗൈസ് അഡ്വഞ്ചർ പാർക്ക്സ്. മേലെ അവിടെ ഇവിടെ തൊട്ട് മേലെ അഡ്വഞ്ചറിങ്. ഇവിടെ ഒന്നും വർക്കിംഗ് അല്ല. ഇതിൻ്റെ തൊട്ട് മേലെയാണ് നമ്മളെ ഡാം കിടക്കണേ. ഇവിടെ ഫുൾ തിരക്കാണ് ഗൈസ്. ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മളപ്പം ഇങ്ങനെ ഇവിടെ ഫുൾ ബ്ലോക്കിംഗ് ആണ്. നമ്മൾ വരുന്ന വഴി ഫുള്ള് കട്ടറിങ് ആണ്. നമ്മളിവിടെ നല്ല മഴ ചാറുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ്. ഇത് ഇപ്പോൾ ഇതിൽ വരും ഗൈസ്. സിപ്പ് ലൈൻ വന്നിട്ടുണ്ട് ഗൈസ്. കാരാപ്പിയ എന്തൊക്കെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് വന്നിട്ടുണ്ട്. എന്ത് ഇങ്ങനെ താക്കും. പിന്നെ ഒരു വലിയൊരു ഊഞ്ഞാല വന്നിട്ട്. പിന്നെ മറ്റേ സാധനം വന്നിട്ടുണ്ട് രാജശേരി. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ടിവിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ ഗൈസ് ദാ കാരാപ്പിയൻ്റെ വെൽക്കം ബോർഡ്. ഇത് ആ സ്ഥാനത്തിൽ നമ്മൾ കയറി ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. നമ്മളതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ പോയി കൊടുക്കണേ. അപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് ബോറായിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ വാങ്ങാം ഗൈസ്. നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊടുക്കുകയാണ് ഗൈസ്. ഇങ്ങനെ പോകണം. നമ്മൾ അതിൻ്റെ ടോപ്പ് കയറിയൊരു പ്ലാനേ ഉള്ളൂ. നമ്മൾ ഉറപ്പൊന്നുമില്ല. അത് അവിടെ ഒക്കെ നമ്മൾ പോകുന്നുണ്ട് ഗൈസ്. അതിലൊന്ന് കയറിയാലോ നമ്മൾ വലിയൊരു ആഗ്രഹമുണ്ട് ഗൈസ്.
പോണല്ലോ വലിക്കണല്ലോ ഗൈസ് നമ്മൾ കുറേ കാലമായിട്ടില്ലേ കുറേ ഇതൊക്കെ കണ്ടിട്ട് ഗൈസ് ഇതൊക്കെ ഞങ്ങളെ പണ്ടില്ലതാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അതിന് നേരെ അവിടെ കാണുന്നതൊരു മലയാണ് ഗൈസ്, നല്ലൊരു മലയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നെൽപ്പാട കൃഷിയാണ് ഗൈസ്. ഇവിടൊക്കെ ഇവിടുന്ന് അവിടം വരെ നെല്ലാണ് ഗൈസ്. ഈ പൊന്തിക്കണ സാധനല്ലേ അത് നമ്മളെ മേത്തണ്ടിട്ട് ലോക്ക് ചെയ്യും. ഇങ്ങോട്ട് വരുന്നത് സിപ്പ് ലൈനാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര പണിയാണ്. ഈ രണ്ടാൾക്കാർ വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര വൈബാണ് ഗൈസ് ഇതൊക്കെ. ടൈമൊക്കെ പോകണ